ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം എന്ന വാക്കിന്റെ അർത്ഥം എത്രത്തോളം ഉൾക്കൊള്ളാമോ അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്ന, അറിയുവാൻ പോകുന്ന ഇംഗ്ലീഷ് ടീച്ചിങ് മെത്തഡോളജിയേക്കാൾ വേറൊന്ന് ശക്തിയുള്ളത്, ഇതിലും ഉത്കൃഷ്ടമായത് വേറൊന്നില്ല. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾക്ക് കാണുവാനായാൽ ഇനി ഒന്നിനെയും നിങ്ങൾ തേടി പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനായി നിങ്ങൾ 1 രൂപ പോലും മുടക്കേണ്ടതില്ല. 1 മണിക്കൂർ നിങ്ങൾക്ക് എൻ്റെ കൂടെ ആകുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി ഒന്നിനെയും നിങ്ങൾ തേടി പോകില്ല എന്നുള്ളത് ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. നമ്മൾ എന്ത് സംസാരിച്ചാലും എന്തെഴുതിയാലും അതൊരു വാചക ഘടനയിലൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ വാചക ഘടനകൾ അറിയുമെങ്കിൽ, ആ ഘടനകളിൽ ഇംഗ്ലീഷിൽ ചിന്തിച്ച വാചകങ്ങൾ ഉണ്ടാക്കി ആവർത്തിച്ച് ശീലമാക്കുവാൻ സാധിക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് എത്ര ഘടനകൾ നമ്മൾക്ക് വേണം എന്നുള്ളതാണ്. നമ്മൾക്ക് 43 ഘടനകൾ ഉണ്ടെങ്കിൽ, ഇതെൻ്റെ വാക്കാണ്, 43 ഘടനകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും എഴുതുവാനും സാധിക്കും. പക്ഷേ ഈ ഘടനകളിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഈ ഘടനകളിൽ നിങ്ങൾ എഴുതുമ്പോൾ തർജ്ജമ ചെയ്യരുത്. ഞാനിവിടെ ഒരു ഘടന പഠിപ്പിക്കുകയാണ്. ഞാൻ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വാചകഘടനയാണ്. അതിനെ വളരെ ലളിതമായിട്ട് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് വേണ്ട 43 ഘടനകളിൽ 29ാമത്തെ ഘടനയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ രക്തത്തിൽ ലയിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. മലയാളമില്ലാതെ ആ ഘടനയിൽ വാചകങ്ങൾ സംസാരിക്കുവാനും എഴുതുവാനും സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലായാൽ 29ാമത്തെ ഘടന എന്താണെന്ന് മനസ്സിലാക്കി ആ ഘടനയിൽ യഥേഷ്ടം വാചകങ്ങൾ മലയാളത്തിൽ ചിന്തിക്കാതെ ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ, പറയുവാൻ കഴിയുമെങ്കിൽ, അതുപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ള 42 ഘടനകളും പഠിക്കുക. തീർച്ചയായിട്ടും ആ 42 ഘടനകൾ കൂടി നിങ്ങൾക്ക് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും നോക്കണ്ട. നിങ്ങൾക്ക് സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും എഴുതുവാനും സാധിക്കും എന്നുള്ളതാണ്. ഇത് 29ാമത്തെ ഘടന എന്താണെന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നു. സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുക? സാധാരണ രീതിയിൽ ഈ വാചകത്തിന്റെ മലയാളം തരും, എന്നിട്ട് ട്രെയിനർ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു തരും എന്നല്ലാതെ വേറെ ഒന്നും നടക്കാറില്ല. ചിന്തിച്ചു നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് സുപരിചിതമായ 2 വാക്കുകളുണ്ട്. ആരും പറഞ്ഞു തരാതെ മനസ്സിലാക്കുവാൻ കഴിവുള്ള 2 വാക്കുകൾ മഞ്ഞ നിറത്തിൽ കാണുന്നു. ഹി എന്നത് അവൻ, ചിക്കൻ പോക്സ് എന്നത് നിങ്ങൾക്കറിയാം, ഒരു അസുഖമാണ്. അപ്പൊ ഈ 2 വാക്കുകളും നിങ്ങൾക്കറിയാം. അതിൻ്റെ ഇടയിൽ മേയുണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. എല്ലാവരും പറഞ്ഞു തരുന്നു ഹി മേ ഹാവ് ഹാഡ് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് പറഞ്ഞു തരുന്നു. എന്നാൽ മേ എന്തിനു വേണ്ടി അവിടെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ മേ എന്ത് ഡ്യൂട്ടിയാണ് ആ വാചകത്തിൽ ചെയ്യുക, ആ വാചകത്തിൽ എന്ത് അർത്ഥവ്യത്യാസമാണ് അതിന് കൊണ്ടുവരുവാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ആർക്കുത്തരം പറയുവാൻ കഴിയും? എന്തിനാണ് അവിടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്? ആ ഹാവിന്റെ ധർമ്മം എന്താണ്? ആ ഹാവ് ആ വാചകത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹാവ് എന്ന വാക്കിന്റെ കൂടെ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന ഹാവിന്റെ കൂടെ പാസ്റ്റിന്റെ കുടുംബത്തിൽ നിന്ന് ഹാഡ് എന്ന വാക്ക് എങ്ങനെ ചേർന്ന് നിൽക്കും എന്ന് എത്ര പേർക്ക് അറിയാം? അതെങ്ങനെ 2 പേരും സന്ധി ചെയ്യും എന്നുള്ളത് എങ്ങനെ അറിയാം? 2ഉം ഒരുമിച്ച് നിൽക്കുവാൻ സാധിക്കും. നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് എത്ര പേർക്ക് അറിയാം? ആ ഹാഡ് ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്? എന്തർത്ഥ വ്യത്യാസമാണ് ആ ഹാഡ് ആ വാചകത്തിന് കൊടുക്കുന്നത്? മേ കൊടുക്കുന്നത്, ഹാവ് കൊടുക്കുന്നത് എത്ര പേർക്കറിയാം? ഈ മേ ഹാവ് ഹാഡ് എന്നത് നിങ്ങളുടെ രക്തത്തിൽ ലയിപ്പിക്കുവാൻ പോവുകയാണ്. കൂടെ ആയിരിക്കുക. അതെ, നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നു മേ എന്താണ്, മേ എന്തിനാണ് അവിടെ, ഹാവ് എന്തിനാണ് അവിടെ, ഹാഡ് എന്തിനാണ് അവിടെ. അതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വാചകം കാണാം. 43 ഘടനകളിലെ 21ാമത്തെ ഘടനയിലാണ് ഈ വാചകമുള്ളത്. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ സിസ്റ്റർ, ഐ ഹാവ് 2 ബ്രദേഴ്സ് എന്നൊക്കെയുള്ള വാചകങ്ങളുടെ അർത്ഥം സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ആ ബോയുടെ ശരീരത്തിലേക്ക് നോക്കുക, കയ്യിലേക്ക് നോക്കുക, മുഖത്തിലേക്ക് നോക്കുക, കഴുത്തിലേക്ക് നോക്കുക. എനിക്ക് എന്തുണ്ട്? ഐ ഹാവ് ചിക്കൻ പോക്സ്. ഒരു അസുഖബാധിതനായിരിക്കുന്ന ഒരു പടമായിട്ട് നിങ്ങൾക്ക് കാണാം.
ഓക്കെ, ഇത് പഠിക്കുവാനല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് 29ാമത്തെ ഘടനയാണ്. ആ ഘടന പഠിക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 23ാമത്തെ ഘടന സ്ക്രീനിൽ വന്നിരിക്കുന്നത്. 43 ഘടനകളിലെ 23ാമത്തെ ഘടനയാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. അതും ഇതിന്റെ കൂടെ നമ്മൾ പഠിച്ചു പോകുകയാണ്. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമ്മൾ 43 ഘടനകൾ പഠിക്കുന്നു എന്നോർക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 23ാമത്തെ ഘടനയാണ്. നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 29 ഇവിടെ അദ്ദേഹം ഐ ഹാവ് ഹാഡ് ചിക്കൻ പോക്സ് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഹാവ് അതിൻ്റെ അകത്ത് വന്നത്? എന്തുകൊണ്ടാണ് ഹാഡ് അതിൻ്റെ അകത്ത് വന്നത്? ഐ ഹാവ് ഹാഡ് ചിക്കൻ പോക്സ് എന്ന നാവിൽ വരുവാനുള്ള കാരണം എന്താണ്? ഓരോ ഘടനയും നമ്മൾ 29ാമത്തെ ഘടന പഠിക്കുന്നത് പോലെ തന്നെ അത് നമ്മൾ കാണാൻ പോകുന്നു. എങ്ങനെയാണോ 29ാമത്തെ ഘടന പഠിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള 42 ഘടനകൾ നമ്മൾ പഠിക്കും. ഇപ്പോൾ 29ാമത്തെ ഘടന പഠിക്കും എളുപ്പത്തിനാണ് ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 23ാമത്തെ ഘടന നോക്കാം നമുക്ക്. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഹാവും ഹാഡും ചേർത്ത് പറഞ്ഞത്? ഐ ഹാവ് ചിക്കൻ പോക്സ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. കാരണം ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയാണ്. അത് പകരുന്ന ഒരു അസുഖമായതുകൊണ്ട് ഹാവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പുറത്തിറങ്ങുവാൻ പറ്റാത്തൊരവസ്ഥ ആണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന റൂമിലാണ്. അദ്ദേഹത്തിന്റെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ചിക്കൻ പോക്സ് ഉണ്ടായ കാര്യം ഓർമ്മ വന്നത്. അത് പറയണ്ടേ എന്നുള്ളതാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ ബ്ലഡ് എടുക്കുമ്പോൾ വേറെ ആരുടെയെങ്കിലും ദേഹത്ത് കുത്തിവെക്കുമ്പോൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തേണ്ടത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഐ ഹാവ് ഹാഡ്. ഹാഡ് ഉപയോഗിക്കുവാൻ കാരണം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു. ഐ ഹാവ് ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞപ്പോഴുള്ള അവസ്ഥയല്ല അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ കുളിച്ച് അത് ഭേദപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റൂമിലിരിക്കുന്നത്. ഹാഡ് ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ അത് ഹാഡ് വന്നിരിക്കുന്നു. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുക. ഹാഡ് ആയെങ്കിലും മുഖത്ത് എപ്പോഴും അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാം, റിസൾട്ട് കാണാം, പാടുകൾ കാണാം. അതുകൊണ്ട് പ്രസന്റുമായിട്ട് അത് വിട്ടുപോയിട്ടില്ല. ആ പാടുകൾ സൂചിപ്പിക്കുന്നത്, ആ മുഖത്തുള്ള കറുത്ത പാടുകൾ സൂചിപ്പിക്കുന്നത് പ്രസന്റുമായിട്ട് അത് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഹാർഡായെങ്കിലും പ്രസന്റുമായിട്ട് ആ ഉണ്ടായതിന്റെ ബന്ധം ഇപ്പോഴും പാടുകളായിട്ട് മുഖത്ത് അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഹാവ് ചേർത്തത്. നോക്കുക, ഐ ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. ഐ ഹാവ് ഹാഡ് ചിക്കൻ പോക്സ് എന്ന് പറയുമ്പോൾ ആ നഴ്സ് മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞെങ്കിലും ഉണ്ടായതാണെങ്കിലും ഹാവ് ഉള്ള കാരണം, ഹാവ് ചേർത്ത് പറഞ്ഞ കാരണം അതിന്റെ അർത്ഥം എൻ്റെ ശരീരത്തിൽ ഇനി അതിൻ്റെ വല്ല വൈറസോ എന്തെങ്കിലും അവശിഷ്ടമോ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിന്റെ പേരിൽ ഹാവ് ചേർത്ത് പറഞ്ഞു, കഴിഞ്ഞതിന്റെ പേരിൽ ഹാഡ് പറഞ്ഞു. അപ്പോൾ നഴ്സ് എന്ത് പറയും? ഇത് നേരെ കൊണ്ടുപോയി ഒരാൾക്ക് കൊടുക്കുകയില്ല, മറിച്ച് ഈ ബ്ലഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് ഇത് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതായിരിക്കും നഴ്സ് തിരിച്ചു പറയുക. ഇപ്പോൾ നിങ്ങൾക്ക് ലെൻസ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മുഖം കുറച്ചുകൂടി വലുതാക്കി കൊടുത്തിരിക്കുന്നു. നോക്കുക, ആ വൃത്തത്തിൽ നോക്കുക. ഈ വൃത്തത്തിൽ നോക്കുക, വൃത്തത്തിൽ ഒരു പാട് കാണാം. ഈ പാട് എന്തിനെ സൂചിപ്പിക്കുന്നു? നോക്കുക, ഈ വൃത്തത്തിന്റെ ഉള്ളിൽ നോക്കുക. ആ വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു പാട് കാണാം. ചിക്കൻ ബോക്സ് ഉണ്ടായതിന്റെ പാട് കാണാം. പക്ഷെ അത് ചുവന്നതല്ല, പൊട്ടി ഒലിക്കുന്നില്ല, അത് ഉണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഹാഡ് ചേർത്തിരിക്കുന്നു. കണ്ടോ, ഇൽനസ് ഈസ് ക്യൂർഡ്. അപ്പോൾ അതുകൊണ്ട് ഹാഡ് നിൽക്കുന്നു. എന്നാൽ ആ പാടിപ്പോഴും ഉണ്ട്, റിസൾട്ട് ഉണ്ട്, അതിന് പ്രസന്റുമായിട്ട് ബന്ധമുണ്ട്. കഴിഞ്ഞതാണെങ്കിലും ആ പാടുണ്ട്. റിസൾട്ട് ഓഫ് ദ ഇൽനെസ് ഈസ് വിസിബിൾ. ആ അസുഖത്തിന്റെ റിസൾട്ട് ഇപ്പോഴും നമുക്ക് പ്രസന്റിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിനാണ് ഹാവ്. അത് രണ്ടും ചേർത്താണെന്നുണ്ടായത്. ഐ ഹാവ് ഹാഡ് ചിക്കൻ ബോക്സ്. ഐ ഹാവ് ഹാഡ് ചിക്കൻ ബോക്സ് എന്നത് 23ാമത്തെ ഘടനയാണെങ്കിലും സത്യത്തിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് 29ാമത്തെ ഘടനയാണ്. 29ാമത്തെ ഘടനയിലുള്ള വാചകം എന്താണ്? മേ ഹാവ് ഹാഡ് ആണ്. ഇതാ നമ്മൾ 29ാമത്തെ ഘടനയിലേക്ക് വന്നിരിക്കുന്നു. ആ ഘടനയിൽ ഒരു വാചകം നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കുവാനുള്ളത് മേ എന്ന വാക്ക് എന്തിനാണ് അവിടെ എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ ചിത്രത്തിലേക്ക്, ഇപ്പോൾ കാണുന്ന ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ബോയ് ഇപ്പോൾ ഉള്ളത് ഒരു ഫംഗ്ഷനിലാണ്. ബോയ് മാത്രമല്ല, അതിന് ചുറ്റും നിങ്ങൾക്ക് വേറെ ആൾക്കാരെ കാണാം. ബോയ് വളരെ സുന്ദരനാണ്. എന്നാൽ ആ ബോയുടെ മുഖത്ത് കുറെ പാടുകളുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ആ ബോയിലേക്ക് വരുന്നു. അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ അദ്ദേഹത്തെ നോക്കുന്നു. ആ സുന്ദരനായ ബോയുടെ മുഖത്തേക്ക് നോക്കുന്നു.
സുന്ദരനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറച്ച് പാടുകളുണ്ട്. ആ പാടുകൾ എന്താണ്, എങ്ങനെ ഉണ്ടായതാണ് എന്നൊന്നും ആർക്കും അറിയില്ല. കാരണം ആ ബോയ് മറ്റുള്ളവർക്ക് അപരിചിതനാണ്. സുന്ദരനാണെന്ന് മനസ്സിലായി, പാടുകളുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ ആ പാട് എന്തിൻ്റെയാണ് എന്നുള്ളത് മറ്റാർക്കും അറിയില്ല. കാര്യം മറ്റുള്ളവരും ആ ബോയ്ക്ക് അപരിചിതരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പോൾ ഒരു ലേഡി തൊട്ടടുത്ത് നിന്ന ലേഡിയോട് പറയുകയാണ്, ആ പാടുകളിലേക്ക് നോക്കി, ഹി മേ ഹാവ് ഹാഡ് ചിക്കൻ പോക്സ് എന്ന്. എന്തുകൊണ്ടാണ് മേ ഇവിടെ ഉപയോഗിക്കുവാനുള്ള കാരണം? അതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ആ ലേഡി ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ആ ലേഡിയുടെ നാവിൻ തുമ്പിൽ ഹാഡ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, പാടുകൾ ഉണങ്ങിയിരിക്കുന്നു. ആ പാടുകൾ ഉണങ്ങിയ കാരണമാണ് ആ ബോയ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന ചിന്തയിൽ ഉണ്ടായതായി ചിന്തിച്ചുകൊണ്ട് ഹാഡ് ഉപയോഗിച്ചു. എന്നാൽ അപ്പോഴും ആ പാടുകൾ മുഖത്തുള്ള കാരണം ഹാവ് ഉപയോഗിച്ചു. ഇനി മേ എന്തിനാണ് എന്നുകൂടിയാണ് നമ്മൾക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഈ ലേഡിക്ക് ഈ ബോയ് അപരിചിതനാണ്. ഇത് ലക്ഷണങ്ങൾ പ്രകാരം ചിക്കൻ പോക്സ് ആണ്. എന്നാൽ ഈ ലേഡി ഈ ബോയ് അറിയാത്തത് കൊണ്ട്, അപരിചിതനായതുകൊണ്ട് അത് ഊഹിച്ച് പറയുവാനാണ് മേ ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. ആ ഊഹം കാണിക്കുവാനാണ്, ഞാൻ ഊഹിച്ചാണ് പറയുന്നത് എന്നുള്ളത് കാണിക്കുവാനാണ് മേ ഉപയോഗിക്കുന്നത്. കാരണം ബോയെ പരിചയമില്ല. കണ്ട കാര്യത്തിൽ നിന്നും 100% പറയുന്ന കാര്യത്തിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് മേ ഉപയോഗിച്ച് പറഞ്ഞത്. ഇതിൻ്റെ മലയാളം വാചകം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മേയുടെ അർത്ഥം ഒന്നുകൂടി മനസ്സിലാകും. ഇതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാചകം, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന വാചകം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് മേ എന്തിനാണ് എന്നുള്ളത് ഒന്നുകൂടി മനസ്സിലാകും. അവന് ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നു കാണും, ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതൊക്കെ മലയാളത്തിൽ നമ്മൾ ഊഹിച്ച് പറയുവാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മേ എന്തിനാണെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലായി. ഹാഡ് അസുഖം കഴിഞ്ഞിരിക്കുന്നു, ഹാവ് റിസൾട്ടിനെ കാണിക്കുന്നു. അത് ഊഹിച്ച് പറയുവാൻ മേയും ചേർത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 29ാമത്തെ ഘടനയിലുള്ള 10 മലയാളം വാചകങ്ങളാണ്. ആ വാചകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 29ാമത്തെ ഘടനയിൽ ഉള്ളതാണെന്ന്. ആ ഘടനയിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? എല്ലാ വാചകങ്ങളിലും ഉണ്ടായിരുന്നിരിക്കാം എന്ന് കാണാം. അതായത് മേ ഹാവ് ഹാഡ് എല്ലാ വാചകങ്ങളിലും വരും എന്നർത്ഥം. നോക്കുക, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് മലയാളം തരില്ല, മറിച്ച് ഇതാ 10 വരെ എഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ്. എന്താണ് ഹോംവർക്ക്? നിങ്ങൾ മലയാളമില്ലാതെ ഇംഗ്ലീഷിൽ ചിന്തിച്ച സ്ട്രക്ചർ നമ്പർ 29ൽ 10 വാചകങ്ങൾ എഴുതുക. മലയാളത്തെ കൂട്ടുപിടിക്കാതെ ഇംഗ്ലീഷിൽ ചിന്തിച്ച് മനസ്സിൽ നിന്നെടുത്ത 10 വാചകങ്ങൾ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുമെങ്കിൽ അത് ശീലമായി മാറുകയും അത് നിങ്ങളുടെ നാവിൻ തുമ്പത്ത് എത്തുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാചകത്തിന്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ അറിയാം. ഒരു ജീവിത സാഹചര്യം നിങ്ങൾ ചിന്തിക്കുക. സ്ട്രോക്ക് എന്ന വാക്കിന്റെ അർത്ഥവും ഹി എന്ന വാക്കിന്റെ അർത്ഥവും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം അറിയുവാൻ സാധിക്കും. ഇത് നമ്മൾ ജീവിതത്തിൽ സ്ഥിരം ഉപയോഗിക്കുവാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാകാം മലയാളത്തിലാണെങ്കിൽ കൂടി. നോക്കുക, ഒരു വീട്ടിൽ ഒരാൾ ആക്റ്റീവായിട്ടിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ആകൃതി മാറുന്നു, സംസാരത്തിൽ വ്യത്യാസം വരുന്നു, കൈ ചലിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തൊട്ടടുത്ത നേഴ്സിനെ വിളിക്കുന്നു. അയൽപക്കത്തുള്ള നേഴ്സ് ഓടി വരുന്നു, പരിശോധിക്കുന്നു, നോക്കുന്നു, മുഖം കാണുന്നു, അല്ലെ, സംസാരം ശ്രദ്ധിക്കുന്നു, കൈയൊന്ന് ചലിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, ചലിക്കുന്നില്ല. അപ്പോൾ നേഴ്സ് പറയുകയാണ്, ഹി മേ ഹാവ് ഹാഡ് എ സ്ട്രോക്ക്. ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടായി കാണും. നമ്മൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, വേഗം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിരിക്കും നേഴ്സ് പറയുക. 29ാമത്തെ ഘടന എന്താണെന്നുള്ള അറിവ് ഞാൻ നൽകി, എന്നാൽ ശീലമായിട്ടില്ല. ശീലമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വാചകം ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി നമ്മൾക്ക് അതൊരറിവായി മാറി. ഇനി ഇതിനെ എങ്ങനെ ശീലമാക്കുവാനായിട്ട് സാധിക്കും? ശീലമാക്കുക എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാനിവിടെ 2 വാചകം പറയാം. ആദ്യ വാചകം ഇംഗ്ലീഷിലുള്ളതാണ്, ഐ ലവ് യു. ഈ വാചകത്തിന്റെ മലയാളമാണ് ഇനി പറയുവാൻ പോകുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
ഈ രണ്ട് വാചകങ്ങളും നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇങ്ങനൊരു കാര്യം ആരെങ്കിലോടും പറയേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നാവിൽ തുമ്പിൽ വരുന്നത് ഏത് വാചകമാണോ? ഇംഗ്ലീഷാണോ മലയാളമാണോ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെയൊരു കാര്യം പറയേണ്ടി വരുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പത്ത് ആദ്യം എത്തുന്നത് ഐ ലവ് യു എന്നുള്ള ഇംഗ്ലീഷ് വാചകമാണ്. അവിടെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മലയാള വാചകം ഐ ലവ് യു എന്ന് പറയുന്ന വാചകത്തിന്റെ മുൻപിൽ തോറ്റുപോകുന്നത് ശീലമായതുകൊണ്ടാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞ് ശീലിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഐ ലവ് യു എന്ന് പറയുന്ന വാചകം നാവിൻ തുമ്പിൽ ഓടി വരികയില്ല. അതുകൊണ്ട് മലയാളത്തെ ബന്ധിപ്പിക്കാതെ, തർജ്ജമയ്ക്ക് പോകാതെ, പച്ച മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാതെ വീണ്ടും വീണ്ടും ഈ പറയുന്ന വാചകം ആവർത്തിക്കുവാൻ കഴിയണം. നമ്മൾക്കുള്ളത് ആകെ 43 ഘടനകളാണ്. ആ 43 ഘടനകളിലെ 29ാമത്തെ ഘടനയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിനെ കീറിമുറിച്ച് അതിനെ പരിപ്പെടുത്ത് നമ്മൾ കണ്ടു. ഇനി ഇത് മലയാളമില്ലാതെ എങ്ങനെ ആവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സാധാരണ രീതിയിൽ നിങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻ്റായി മാറുമ്പോൾ ഒരു ഘടന പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം വാചകം തന്ന് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയില്ല. മറിച്ച് ഒരു ഘടന പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, എഴുതുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ ആ ഘടനയുടെ ഇംഗ്ലീഷ് തന്നെയായിരിക്കും. ആ ഘടനയിലുള്ള ഇംഗ്ലീഷ് വാചകങ്ങളായിരിക്കും. ഇംഗ്ലീഷിൽ ചിന്തിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും നിങ്ങൾ വാചകങ്ങൾ ഉണ്ടാക്കുന്നതും പറയുന്നതും എഴുതുന്നതും. ശ്രദ്ധിക്കുക, ഇവിടെ 1 മുതൽ 10 വരെ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾ 10 ഇംഗ്ലീഷ് വാചകങ്ങൾ മലയാളമില്ലാതെ എങ്ങനെ ഉണ്ടാക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെയാണ് നമ്മൾ പരിശീലിക്കുക. മലയാളമില്ലാതെയാണ് ഇപ്പോൾ ആ വാചകം അവിടെ എഴുതിയിരിക്കുക. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നീട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് എഴുതിയത് കൊണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുന്നുമില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് താനും. ഇനി നിങ്ങൾക്ക് വേണ്ടത് 9 വാചകങ്ങൾ കൂടിയാണ് ഈ ഒരു പേജ് പൂർത്തീകരിക്കുവാനായിട്ട്. ഇനിയുള്ള 9 വാചകങ്ങളും മലയാളമില്ലാതെ എങ്ങനെ എഴുതുവാൻ സാധിക്കും, പറയുവാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുവാൻ പോകുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പുതിയ പേജ് വന്നിരിക്കുന്നു. കഴിഞ്ഞ പേജിൽ നിന്നും ഈ പേജിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക. 1 മുതൽ 10 വരെ എഴുതിയിട്ടുണ്ട്. ഹി മേ ഹാവ് ഹാഡ് എ സ്ട്രോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. വ്യത്യാസം എവിടെയാണ്? 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾക്ക് മുൻപിൽ 3/38 എന്ന് വന്നിരിക്കുന്നു. ആ 2 അക്കങ്ങളാണ് ഈ ടീച്ചിങ് മെത്തഡോളജിയുടെ ജീവൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ അക്കങ്ങൾ അവിടെയുള്ളത്? അതിൻ്റെ ശക്തി എന്താണ്? അത് നമ്മളെ കൊണ്ട് ബാക്കിയുള്ള 9 വാചകങ്ങൾ മലയാളത്തിലില്ലാതെ എങ്ങനെ എഴുതിപ്പിക്കും എന്നുള്ളത് നിങ്ങൾ കാണാൻ പോകുകയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കുക. എന്താണ് 3-യിലുള്ളത്, എന്താണ് 38-ലുള്ളത് എന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് പുതിയ വാചകം അവിടെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇനി മനസ്സിലാക്കുവാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടോ? അതുപയോഗിച്ച് പുതിയ വാചകങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് സംശയമുണ്ടാകാം. അത് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ആ സംശയവും മാറും. എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകും. കൂടിയായിരിക്കുക. തൊട്ടു മുൻപ് കണ്ട പേജിൽ നിന്നും ഈ പേജിൽ ഒരു വ്യത്യാസവുമില്ല. വാചകം ഒഴിവാക്കിയിരിക്കുന്നു, കുറച്ചുകൂടി ബോൾഡാക്കി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. കഴിഞ്ഞ പേജിൽ ഇത് ബോൾഡല്ലായിരുന്നു, കുറച്ചുകൂടി ആ അക്കങ്ങൾക്ക് കട്ടി കൂടിയിട്ടുണ്ട്, വാചകം എടുത്തു കളഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഈ പേജിലില്ല. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് 3, എന്താണ് 38, എന്താണ് 1, എന്താണ് 3, എന്താണ് 38, എന്താണ് 2 എന്നുള്ളതാണ്. അവിടെ ഒരു സ്ലാഷ് കാണുന്നുണ്ട്, ഒരു ചരിഞ്ഞ വര കാണുന്നുണ്ട്, ഒരു ഹൈഫൺ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഈ അക്കങ്ങളെ വേർതിരിച്ച് നിർത്തുവാൻ മാത്രമാണ്. അതിന് ഈ മെത്തഡോളജിയുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അത് ഭാഷയുമായിട്ടൊരു ബന്ധവുമില്ല. ആ നമ്പറിനെ, ആ അക്കങ്ങളെ ഒന്ന് തിരിച്ച് നിങ്ങളിൽ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ചരിഞ്ഞ വരയും ആ പറയുന്ന ഹൈഫണും കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് 3, എന്താണ് 38, എന്താണ് 1 എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് 2 മനസ്സിലാക്കും, അത് കഴിഞ്ഞ് 3 മനസ്സിലാക്കും, അത് കഴിഞ്ഞ് 4 മനസ്സിലാക്കും. ഓക്കെ, കൂടിയായിരിക്കുക. നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനാകെ വേണ്ടത് 43 ഘടനകളാണ്. അതിലെ 29ാമത്തെ ഘടന വ്യക്തമായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചു. അത് അറിവായി മാറിയ കാര്യത്തെ ശീലമാക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് 5 പേജുകളുള്ള സ്റ്റഡി മെറ്റീരിയലാണ്. ആ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആദ്യ പേജാണ് നിങ്ങൾ കാണുന്നത്.
ഇത് 2-ാം പേജാണ്. വലതുഭാഗത്ത് മുകളിൽ നോക്കുക, പേജ് നമ്പറുകൾ മാറുന്നത് നോക്കുക. ഇത് 3-ാം പേജാണ്, ഇത് 4-ാം പേജാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ സ്റ്റഡി മെറ്റീരിയലിന്റെ 5-ാമത്തെ പേജാണ്. 5 പേജുകളുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ആ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. 5 പേജുള്ള ഒരു ബുക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു ഘടന പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു ഘടന പഠിക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൂടെ മനസ്സിലായി. ഒരു ഘടന പഠിച്ചു കഴിയുമ്പോൾ ആ ഘടനയെ നമ്മൾക്ക് ശീലമാക്കണം. അതിന് കുറച്ച് ഹോംവർക്ക് ഉണ്ട്. ഇംഗ്ലീഷിൽ ചിന്തിച്ച് ആ ഘടനയിൽ കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കണം, പറയണം. അതിനായിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് തരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജായിരിക്കും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരിക. ഇപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് 10 വാചകങ്ങൾ മലയാളത്തിൽ ചിന്തിക്കാതെ ഇംഗ്ലീഷിൽ ചിന്തിച്ചുണ്ടാക്കുവാൻ സാധിക്കും. ആദ്യ വാചകം എങ്ങനെ ഉണ്ടാക്കുവാൻ സാധിക്കും? എന്താണ് ആ 3 എന്നുള്ളത് ആദ്യം അറിയണം. എന്താണ് 3 എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രമാത്രമാണ് അതുള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ 5 പേജുള്ള ബുക്കിലെ 3-ാമത്തെ പേജ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ആ 3 സൂചിപ്പിക്കുന്നത്. അത് ആർക്കും മനസ്സിലാകില്ലേ? നിങ്ങളുടെ കയ്യിലുള്ള 5 പേജുള്ള ബുക്കാണ്, 5 പേജ് മാത്രമാണ് അതിലുള്ളൂ. ആ ബുക്കിലെ 3-ാമത്തെ പേജ് എടുക്കുവാൻ പറഞ്ഞാൽ ആ ഓരോ പേജിലും അതിൻ്റെ പേജ് നമ്പർ ഉണ്ടാകും. വലതുഭാഗത്ത് മുകളിൽ പേജ് നമ്പർ ഉണ്ടാകും. ആ 3-ാം പേജ് എടുത്ത് നിവർത്തി വെക്കുവാനാണ് പറയുന്നത്. അതെല്ലാവർക്കും സാധിക്കുമല്ലോ? എല്ലാവർക്കും സാധിക്കും. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോകാം നമുക്ക്. ഇനി 38 എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ 3-ാമത്തെ പേജ് നിങ്ങൾ എടുത്തു വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആദ്യത്തെ അക്കം 5 ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? 5-ാമത്തെ പേജ് എടുക്കണം. ആദ്യത്തെ അക്കം 1 ആണെങ്കിൽ 1-ാമത്തെ പേജ് എടുക്കണം. ആദ്യത്തെ അക്കം 2 ആണെങ്കിൽ 2-ാമത്തെ പേജ് എടുക്കണം. ഇപ്പോൾ തന്നിരിക്കുന്നത് 3 ആണ്, 3/ ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ 3-ാമത്തെ പേജ് എടുത്തു വച്ചിരിക്കുന്നു. ഇനി 38 എന്താണെന്ന് നമ്മൾ നോക്കണം. 38 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നോക്കുക. ഇപ്പോൾ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് 3-ാമത്തെ പേജാണ്. കാരണം ആദ്യത്തെ അക്കം 3 ആണ്. 3-ാമത്തെ പേജ് എടുത്തു കഴിയുമ്പോൾ ആ പേജിൽ എന്താണ് ഉള്ളതെന്ന് നോക്കുമ്പോൾ കുറെ ബോക്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ബോക്സുകളുടെയും അടിയിൽ ആ ബോക്സുകളുടെ നമ്പർ ഉണ്ടാകും. ഏറ്റവും ആദ്യത്തെ ബോക്സിന്റെ നമ്പർ 1 ആണ്, പിന്നീട് 2 ആണ്, പിന്നീട് 3 ആണ്, 4, 5, 6 അങ്ങനെ പോകുന്നു. പല നിറങ്ങളിലുള്ള ബോക്സുകളാണ്. 38 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബോക്സിൽ നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ബോക്സ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ണുള്ളവർക്ക് എല്ലാവർക്കും സാധിക്കും. 38 എന്ന് പറയുന്ന ബോക്സ് എവിടെയാണ് കിടക്കുന്നത് എന്നറിയുവാൻ 37 എന്ന ബോക്സിന്റെ വലതുഭാഗത്ത് നോക്കിയാൽ മതി. അപ്പോൾ 3-ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇനിയുള്ളത് 38 എന്ന് പറയുന്ന ബോക്സ് എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ 38 ആ ബോക്സിൽ എത്തുക എന്നുള്ളതാണ് 38 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ 39 ആണെങ്കിൽ 39-ൽ എത്തുക. അവിടെ 2 ആണെങ്കിൽ 3/2 ആണെങ്കിൽ 2-ാമത്തെ ബോക്സിലെത്തുക. 3/6 ആണെങ്കിൽ 3-ാമത്തെ പേജിലെ 6-ാമത്തെ ബോക്സിലെത്തുക. നിങ്ങളുടെ കണ്ണവിടെ ഉണ്ടായിരിക്കുക, നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കുക എന്ന് മാത്രമാണ് 38 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 38 ബോക്സ് എവിടെയാണ് കിടക്കുന്നതെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 3-ാമത്തെ പേജിന്റെ മധ്യഭാഗത്താണ് 38 ബോക്സ് നമ്പർ കിടക്കുന്നത്. പക്ഷെ വ്യക്തമല്ല. ഒന്നുകൂടി അത് വ്യക്തമായിട്ട് ആ ഭാഗം മാത്രം സൂം ഇൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നോക്കുക, 38 ശ്രദ്ധിക്കുക. ലെസർ പോയിന്റ് നോക്കുക, ആ ചുവന്ന ലൈറ്റ് നോക്കുക. ഇതാണ് 38 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ആ ലെസർ പോയിന്റിൽ നോക്കുക, ആ റെഡ് ലൈറ്റിൽ നോക്കുക. ആ 38-ന് ചുറ്റും ആ റെഡ് ലൈറ്റ് കറങ്ങുന്നത് നോക്കുക. ഇതാണ് ബോക്സ് നമ്പർ 38. 3/37 എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് നിങ്ങൾ വരേണ്ടത്. 3/39 ആണെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ 3 എന്ന് പറയുന്നത് പേജ് നമ്പറിനെ സൂചിപ്പിക്കുന്നു. ആ പേജ് നമ്പർ എടുത്തു വെച്ചിരിക്കുന്നു. സ്ലാഷ് കഴിഞ്ഞു വരുന്ന നമ്പർ ബോക്സിനെ സൂചിപ്പിക്കുന്നു. ഇതാ ബോക്സ് നമ്പർ 38-ല് നമ്മൾ എത്തിയിരിക്കുന്നു. വ്യക്തമായിട്ട് വലുതാക്കി കാണിച്ചിരിക്കുന്നു. ഇനി നമ്മൾക്ക് 1 എന്താണെന്ന് മനസ്സിലാക്കണം. ഹൈഫൺ കഴിഞ്ഞൊരു 1 കൊടുത്തിട്ടുണ്ട്. ആ 1-ലേക്കാണ് നമ്മൾ പോകുക. ശ്രദ്ധിക്കുക, ആ 1 എന്താണെന്ന് കൂടി അറിഞ്ഞാൽ നിങ്ങൾ മലയാളത്തിൽ ചിന്തിക്കാതെ അവിടെ ഒരു വാചകം എഴുതും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ എന്താണ് 1 നോക്കാം നമുക്ക്. 3/38-1. 3 എന്താണെന്ന് മനസ്സിലായി, 38 എന്താണെന്ന് മനസ്സിലായി. ഇനി ഹൈഫൺ 1 എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുവാൻ പോകുന്നു. നോക്കാം നമുക്ക്. ഇതാണ് 38.
അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. 3-ാമത്തെ പേജിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ 38 എന്ന് പറയുന്ന ബോക്സിന്റെ പൂർണ്ണ രൂപം കാണാം. ഓക്കെ, നോക്കുക, ഇതാണ് ബോക്സ് നമ്പർ 38. നോക്കുക, ലെസർ പോയിന്റ് നോക്കുക, ഇതാണ് ബോക്സ് നമ്പർ 38. 3-ാമത്തെ പേജിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ 38ൽ വരുമ്പോൾ ആ ബോക്സ് ഇങ്ങനെയിരിക്കും. തൊട്ടിപ്പുറത്തുള്ളത് 37 ആണ്, തൊട്ടിപ്പുറത്തുള്ളത് 36 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 38 ആണ്. 3-ാമത്തെ പേജ് 38 എന്ന് പറയുന്ന ബോക്സ് നമ്പറിൽ എത്തുവാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ആ 1 എന്താണ് എന്നുള്ളതാണ്. ആ 1 അറിഞ്ഞാൽ അവിടെ ഒരു വാചകമായി മാറുന്നു. നോക്കുക, 1 എവിടെ പോയി നമ്മൾ കണ്ടുപിടിക്കും? 1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. 1 കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട. 38 ബോക്സ് നമ്പറിൽ എത്തിയാൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാകും 1. ആ 1 ഉള്ളത് ആ 38 ബോക്സിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1, 2, 3 എന്ന് കാണാം. ലേസർ പോയിന്റ് നോക്കുക, 1. ഇപ്പൊ ഹൈഫൺ കഴിഞ്ഞ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, 8 വരാം, 9 വരാം, 10 വരാം, 11 വരാം, 20 വരാം, 25 വരാം, 30 വരാം, ഇതെല്ലാം വരാം. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന 29-ാമത്തെ ഘടനയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതൊന്നും ഇവിടെ എടുക്കാത്തത്. ആ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട 3 നമ്പറുകളാണുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് 3 വരെയുള്ളത്. ചിലപ്പോൾ ചില ഘടനകൾക്ക് 4ഉം 5ഉം ഒക്കെ ഉണ്ടാകാം. ഹൈഫൻ കഴിഞ്ഞ ഏത് നമ്പർ വന്നാലും ഇവിടെ 1 കൊടുത്തിരിക്കുന്നത്, ഇനി വരുന്നത് 2, 3. ഹൈഫൻ കഴിഞ്ഞ ഏത് നമ്പർ വന്നാലും അത് കിടക്കുന്നത് എവിടെയാണ്? ആ ഹൈഫന് മുൻപുള്ള ബോക്സ് നമ്പറിൽ ഉണ്ടാകും. 38 ബോക്സിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ 1ഉം 2ഉം 3ഉം നമ്മൾക്ക് കാണാം. 38 ബോക്സിൽ നോക്കിയപ്പോൾ ഇതാ വ്യക്തമായി നമ്മൾക്ക് കാണാം 1 എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് ഇത്രമാത്രം, നിങ്ങൾ അതൊന്ന് വട്ടം വരയ്ക്കുക. വട്ടം വരച്ചു കഴിയുന്നതോടുകൂടി വാചകം റെഡിയായി കഴിഞ്ഞു. 3 എന്ന് പറയുന്നത് പേജ് നമ്പർ, 38 എന്ന് പറയുന്നത് ആ പേജിലെ ബോക്സ് നമ്പർ, 1 എന്ന് പറയുന്നത് ആ 38 ബോക്സിൽ തന്നെയുള്ള കാര്യമാണ്. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇപ്പൊ ഇവിടെ ഹൈഫൺ കഴിഞ്ഞ് 2 ആണെങ്കിൽ നിങ്ങൾ വട്ടം വരയ്ക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഹൈഫൺ കഴിഞ്ഞ് 3 ആണെങ്കിൽ നിങ്ങൾ വട്ടം വരയ്ക്കേണ്ടത് ഇവിടെയാണ്. ഇപ്പോൾ 1 ആയതുകൊണ്ടാണ് ഇവിടെ വരച്ചത്. വട്ടം വരച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആ 1-ാമത്തെ ബോക്സിന്റെ വലതുഭാഗത്തുള്ള ആ ചെറിയ ബോക്സിൽ ഒരു ശരിയിടുക എന്നുള്ളതാണ്. ആ ശരിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വാചകം പഠിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ബുക്കിലേക്കാണ്. അവിടെ ആ വാചകം എഴുതുകയാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് എഴുതുവാൻ പോകുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ 3/38-1 എന്ന് പറയുന്ന വാചകം എഴുതുവാൻ പോവുകയാണ്. ആ വാചകം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആ ബോക്സിൽ തന്നെ ഉണ്ട്. 38 ബോക്സിൽ കിടക്കുന്നുണ്ട്. ഇതാ നമ്മൾ ആ വാചകം എഴുതുവാൻ പോകുന്നു. 3/38-1 എന്ന് പറയുന്ന വാചകം എല്ലാം ആ ബോക്സിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. നോക്കുക, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. നോക്കുക, ഇതാ ഒരു ഹി ആ ബോക്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ വാചകത്തിന്റെ സബ്ജക്റ്റായി എങ്ങനെയാണ് 3/38-1 എന്ന വാചകം തുടങ്ങേണ്ടത് എന്ന് മനസ്സിലായി. ഹി കൊണ്ടാണ് തുടങ്ങേണ്ടത്. അത് കിട്ടിയത് ആ ബോക്സിൽ നിന്ന് തന്നെയാണ്. ഇതാ ഇനി അടുത്തത് നോക്കാം. ഇതാ എ ഹെൽപ്പർ എന്ന് പറയുന്നതും ആ ബോക്സിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു. ആദ്യ ഭാഗവും അവസാന ഭാഗവുമായി. എ ഹെൽപ്പർ എന്ന് പറയുന്നത് അവസാന ഭാഗവുമായി. അത് കിട്ടിയതും ആ ബോക്സിൽ നിന്ന് തന്നെയാണ്. ആദ്യ ഭാഗം ഹി, അവസാന ഭാഗം എ ഹെൽപ്പർ. ഇനി അതിന്റെ ഹൃദയം നമ്മൾ കൊടുക്കുകയാണ്. ഈ വാചകത്തിന് ജീവൻ കൊടുക്കുകയാണ്. അതിനായി മധ്യഭാഗം കടന്നു വരണം. മധ്യഭാഗം ഇതാ ആ ബോക്സിൽ തന്നെയുണ്ട്. നോക്കുക, നമ്മൾ പഠിച്ച ആ മേ ഹാവ് ഹാഡ് ആണ് അതിന്റെ മധ്യഭാഗം. ഇതാ മേ ഹാവ് ഹാഡ് വന്നിരിക്കുന്നു. ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ എന്ന വാചകമാണ് 3/38-1. അത് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ആ ബോക്സിൽ നിന്ന് തന്നെയാണ്. 3/38-1 എന്ന് പറയുന്ന വാചകം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. മലയാളത്തിന്റെ സഹായമില്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് വാചകം? ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. മേ എന്താണ്, ഹാവ് എന്താണ്, ഹാഡ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു. ഇതാ രസകരമായി ആ വാചകം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ഈ കോഡ് 3/37-1 ആണെങ്കിൽ നമ്മൾ എവിടെ എത്തണം? ഈ 38-ന് പകരം
37 ആണ് തരുന്നതെങ്കിൽ നമ്മൾ 37 ബോക്സിലെത്തണം. 36 ആണ് തരുന്നതെങ്കിൽ 36-ലെത്തണം. 1 ആണ് തരുന്നതെങ്കിൽ 1-ലെത്തണം. 45 ആണെങ്കിൽ 45-ലെത്തണം. 37 ആണെങ്കിൽ എന്തു ചെയ്യണം? 37-ാമത്തെ ബോക്സ് നമ്പറിലെത്തണം. ആ ബോക്സ് നമ്പർ ഇതിൽ തന്നെയുണ്ട്. നോക്കാം, 38 ബോക്സ് നമ്പറിന്റെ തൊട്ട് ഇടതുഭാഗത്ത് 37 ഉണ്ട്. 3/37-1 ആണെങ്കിൽ 37 ബോക്സ് നമ്പറിലെത്തുക എന്നുള്ളതാണ് കാണിക്കുന്നത്. 38-ന് പകരം 37 ആണെങ്കിൽ ആ വാചകം ഉണ്ടാക്കുവാനുള്ള കാര്യം ആ ബോക്സിലുണ്ട്. നോക്കുക, രാമുവാണ് ഹീക്ക് പകരം അവിടെ. ഹെൽപ്പറിന് പകരം എ ചാൻസ് ആണ്. നോക്കുക, എ ചാൻസ് ആണ്. അപ്പൊ രാമു എന്നത് തുടങ്ങണം. 3/37-1 ആണെങ്കിൽ ആ വാചകം ഇതായിരിക്കും. ഹീക്ക് പകരം രാമുവായിരിക്കും. എ ഹെൽപ്പർ എന്നതിന് പകരം എ ചാൻസ് ആയിരിക്കും. അതാണ് 37-ൽ കൊടുത്തിരിക്കുക. ഹൃദയം എങ്ങനെയായിരിക്കും? കുഡ് ഹാവ് ഹാഡ് ആയിരിക്കും. കുഡ് ഹാവ് ഹാഡ്. 37 അതിന്റെ ഹൃദയം എന്താണ്? കുഡ് ഹാവ് ഹാഡ്. അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. മേ ഹാവ് ഹാഡ് പഠിപ്പിച്ചതുപോലെ തന്നെ കുഡ് ഹാവ് ഹാഡ് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. കുഡ് എന്തിനാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, സങ്കടപ്പെടണ്ട. മേ ഹാവ് ഹാഡ് പഠിച്ചതുപോലെ തന്നെ ഇതെല്ലാം ഈ 43 ഘടനകൾ പഠിച്ചതിന് ശേഷമാണ് ഈ 5 പേജുകൾ നിങ്ങളുടെ കയ്യിലെത്തുക. അങ്ങനെയെങ്കിൽ 3/37-1 എന്ന് പറയുന്ന വാചകം എന്തായിരിക്കും? രാമു കുഡ് ഹാവ് ഹാഡ് എ ചാൻസ് എന്നുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാ നമ്മൾ ആ വാചകത്തെ നമ്മുടെ ബുക്കിലേക്ക് എടുത്തെഴുതിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുക. വാട്സപ്പ് ഇൻബോക്സിൽ തന്നിരിക്കുന്ന ഹോംവർക്കിലെ ആദ്യ നമ്പർ അത് വാചകമായി മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്കിവിടെ 9 വാചകങ്ങൾ കൂടി വരുവാനുണ്ട്. അത് നിങ്ങൾക്ക് താഴെ കാണുവാനായിട്ട് സാധിക്കും. ആ നമ്പറിന്റെ വലതുഭാഗത്ത് മലയാളത്തിൽ ചിന്തിക്കാതെ തർജ്ജമ ചെയ്യാതെ നമ്മൾ നേരിട്ട് ഇംഗ്ലീഷ് വാചകമാക്കി എഴുതിയിരിക്കുന്നു. ഈ എഴുതിയത് ശരിയാണെന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട്. ഇനി നിങ്ങൾ എഴുതിയത് ശരിയാണെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിന്റെ സഹായം തേടാം. ഈ 5 പേജിലുള്ള ബോക്സുകളിലുള്ള വാചകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ബുക്കിലെ ഒരു പേജാണ്. ഈ പേജ് എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. നോക്കുക, പേജ് നമ്പർ 3-ലെ ബോക്സ് നമ്പർ 38-ൽ വരാവുന്ന വാചകങ്ങളെല്ലാം തന്നെ പൂർണ്ണ രൂപത്തിൽ ഈ പറയുന്ന പേജിൽ കൊടുത്തിട്ടുണ്ട്. ആ ബുക്കിലെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ആ ബുക്കിലേക്ക് വരുമ്പോൾ ഇവിടെ 3 ഉണ്ട്. 3 എന്ന് പറയുന്നത് പേജ് നമ്പർ. തൊട്ട് ഭാഗത്ത് /38 ഉണ്ട്. ഇതാണ് ആ 5 പേജുകളുള്ള ബുക്കിലെ 3-ാമത്തെ പേജിലെ 38 ബോക്സിലെ പൂർണ്ണ വാചകങ്ങൾ. 3/38-1 വന്നാൽ ആ വാചകം എങ്ങനെയായിരിക്കണം? 3/38-2 വന്നാൽ ആ വാചകം എങ്ങനെയായിരിക്കണം? 3 വന്നാൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4, 5, 6 ഒന്നും ആപ്ലിക്കബിൾ അല്ല. വേറെ ഘടനകൾക്ക് അത് ആപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അത് ആ പേജിൽ ഉണ്ടാകും. സ്ട്രക്ചർ നമ്പർ 29 കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 രീതിയിലാണ് അത് നമ്മൾ ഉപയോഗിക്കുക. ആ 3 രീതിയും ഇപ്പോൾ നിങ്ങൾക്ക് ആ പേജിൽ കാണാം. ഓക്കെ, 3/38-1 നോക്കുക. 3 ഇവിടെയുണ്ട്, 38 ഇവിടെയുണ്ട്, -1 ഇവിടെയുണ്ട്. അതിന്റെ പൂർണ്ണ വാചകം ഇവിടെയുണ്ട്. അതിന്റെ മലയാളവും അതിന്റെ അടിയിലുണ്ട്. അവനൊരു സഹായി ഉണ്ടായിരുന്നിരിക്കാം, അവനൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടായി കാണാം എന്നുള്ള മലയാളവും അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് മലയാളം കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ മലയാളത്തിനെതിരാണ്, മലയാളം ഇതിൽ തൊട്ടു പോകരുത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ മലയാളം കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരു വിദേശ ഭാഷയാണ്. ആ വിദേശ ഭാഷ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ എന്ത് പഠിച്ചാലും അത് നമ്മുടെ മാതൃഭാഷയുമായിട്ടൊന്ന് ബന്ധിപ്പിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ബന്ധിപ്പിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. മേ എന്താണ്, ഹാവ് എന്താണ്, ഹാഡ് എന്താണ് പഠിച്ചുവെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു തവണ മാത്രം അത് കണക്ട് ചെയ്യുവാൻ മാത്രമാണ് മലയാളം കൊടുത്തിരിക്കുക. അല്ലാതെ ഓരോ വാചകത്തിനും മലയാളം എഴുതുന്ന രീതിയില്ല. ഒരു മേ ഹാവ് ഹാഡിന്റെ മലയാളം പഠിച്ചാൽ അതിൽ നിന്നുണ്ടാക്കുന്ന അടുത്ത മേ ഹാവ് ഹാഡിന്റെ മലയാളം നമ്മൾക്ക് ആവശ്യമില്ല.
പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജനിപ്പിക്കുന്ന ഓരോ വാചകവും ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. കാരണം ആദ്യം പഠിച്ച വാചകത്തിൽ നിന്ന് തന്നെ മാതൃഭാഷയുമായിട്ട് ബന്ധിപ്പിച്ചതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, ജീവിത സാഹചര്യത്തിലൂടെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം ഇംഗ്ലീഷ് വാചകങ്ങളായിരിക്കും. അതുണ്ടാക്കുമ്പോൾ പിന്നെ അതിന്റെ മലയാളം വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. തർജ്ജമ ചെയ്യാനായി വേറെ മലയാളം വാചകങ്ങളും നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അവതരണ വീഡിയോ ആണ്. എല്ലാത്തിനും അതിന്റെ പരിധികളുണ്ട്. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് വിചാരിക്കുക. നോക്കാം നമുക്ക്. വീണ്ടും ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നു. ആ ചേഞ്ച് വന്നത് എവിടെയാണെന്ന് നോക്കുക. തീർച്ചയായിട്ടും ആ ചേഞ്ച് വന്നിരിക്കുന്നത് 1 മാറി 2 ആയിരിക്കുന്നു. 1 മാറി 2 ആയിരിക്കുന്നു. അതാണ് ചേഞ്ച്. അപ്പോൾ വാചകത്തിൽ എന്ത് വ്യത്യാസമാണ് വരിക? 3/38-2 ആണ്. തീർച്ചയായിട്ടും പേജ് നമ്പർ 3 തന്നെയാണ്, ബോക്സ് നമ്പർ 38 തന്നെയാണ്. എന്നാൽ ഹൈഫൺ കഴിഞ്ഞ് 2 ആണ് വന്നിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? 2 വട്ടത്തിൽ വരയ്ക്കണം എന്നുള്ളതാണ്. 2 തന്നാൽ 2 വട്ടത്തിൽ വരയ്ക്കുക, 3 തന്നാൽ 3 വട്ടത്തിൽ വരയ്ക്കുക, 10 തന്നാൽ 10 വട്ടത്തിൽ വരയ്ക്കുക. 2 തന്നതുകൊണ്ട് 2 വട്ടത്തിൽ വരച്ചിരിക്കുന്നു. അത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഇനി വാചകമാക്കി മാറ്റണം. ഒന്നുണ്ടാക്കുവാനായിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. 3/38-1 ഉണ്ടാക്കുവാൻ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാം ബോക്സിലുണ്ടായിരുന്നു. ഹി മുകളിലുണ്ടായിരുന്നു, മേ ഹാവ് ഹാഡ് അതിലുണ്ടായിരുന്നു, എ ഹെൽപ്പർ അതിലുണ്ടായിരുന്നു, ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ചേർത്ത് വെച്ചപ്പോൾ 3/38-1 ആയി. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ആണ്. എന്ത് മാറ്റമാണ് ആ വാചകത്തിൽ സംഭവിക്കുക? 1 ആയപ്പോൾ ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ എന്നാണെങ്കിൽ അത് 2 ആകുമ്പോൾ ആ വാചകത്തിന് എന്താണ് മാറ്റം വരിക? ഹൈഫൺ കഴിഞ്ഞ് നിങ്ങൾ എവിടെ 2 കണ്ടാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാചകത്തിലേക്ക് നോയോ നോട്ടോ ചേർത്തെഴുതുക എന്നുള്ളതാണ്. ഹൈഫൺ കഴിഞ്ഞ് 2 കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് 2 വാക്കുകളാണ്. എവിടെ ഹൈഫൺ കഴിഞ്ഞ് 2 കണ്ടാലും, ഏത് ബോക്സിന്റെയും 2 കണ്ടാലും, ഏത് പേജിലെ ഏത് ബോക്സിന്റെയും ഏത് ഘടനയുടെയും ഹൈഫൺ കഴിഞ്ഞ് 2 കണ്ടാലും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് 2 വാക്കുകളാണ്. 2 വാക്കുകൾ മാത്രം കടന്നു വന്നാൽ 2 എഴുതുവാൻ സാധിക്കും. ഏതാണ് വാക്കുകൾ? നോ അല്ലെങ്കിൽ നോട്ട്. ഹൈഫൺ കഴിഞ്ഞ് 1 എഴുതുവാൻ വളരെ എളുപ്പമാണ്. അതെല്ലാം ആ ബോക്സിൽ തന്നെയുണ്ട്. അത് ചേർത്ത് വെച്ച് എഴുതിയാൽ 1 ആയി. എന്നാൽ ഹൈഫൺ കഴിഞ്ഞ് 2 ആണ് തരുന്നതെങ്കിൽ 1 ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നോയോ നോട്ടോ ചേർത്ത് എഴുതുക. അതായത് നോയോ നോട്ടോ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വാചകത്തിന്റെ നെഗറ്റീവാണ് 2. 1 കണ്ടാൽ പോസിറ്റീവാണ്. പോസിറ്റീവ് ഉണ്ടാക്കുവാൻ എല്ലാം ആ ബോക്സിൽ ഉണ്ടാകും. എന്നാൽ നെഗറ്റീവ് ഉണ്ടാക്കുവാൻ ബോക്സിൽ ഒന്നും തന്നെയില്ല. അത് തലയിൽ നിന്നെടുക്കുക, അത് പഠിച്ചു വെച്ചേക്കുക. ഈ 5 പേജുകൾ കൂടി നോക്കുമ്പോൾ അനേകം ബോക്സുകളുണ്ട്. അതിൽ ഹൈഫൺ കഴിഞ്ഞ് 2 കണ്ടാൽ ആ ബോക്സിന്റെ കൊടുത്തിരിക്കുന്ന ഘടനയുടെ നെഗറ്റീവ് എഴുതണമെന്നാണ് പറയുന്നത്. അതിന് 2 വാക്കുകൾ മാത്രം മതി, നോ അല്ലെങ്കിൽ നോട്ട്. അത് ഏതാണ് ചേർക്കേണ്ടത് എന്നറിയുക എന്ന് മാത്രം. ഏറ്റവും കൂടുതൽ എഴുതപ്പെടുന്നത് നോട്ടാണ്. നോ എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ നോട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് ചേർത്താൽ നിങ്ങൾക്ക് 2 കിട്ടും. നോക്കുക, ഇവിടെ നമ്മൾ 3/38-2 ഉണ്ടാക്കുവാൻ പോകുന്നു. അതാണ് വാട്സപ്പ് ഇൻബോക്സിൽ വരുന്നതെങ്കിൽ ആദ്യം 1 ഉണ്ടാക്കിയതിനു ശേഷം അതിലേക്കൊരു നോട്ട് കൂടി ചേർത്ത് എഴുതുവാനാണ് പറയുന്നത്. 2 എഴുതി കഴിയുമ്പോൾ 3/38-2 എഴുതി കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്യുവാനായിട്ട് വീണ്ടും ആ ബുക്കിലേക്ക് പോകുക. ആ ബുക്കിലെ 338 കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന്റെ 2 എന്ന് പറയുന്ന വാചകം ഇവിടെ നിങ്ങൾക്ക് കാണാം. നോക്കുക, 1 നിന്നും 2 മാറിയപ്പോൾ വ്യത്യാസം നോക്കുക. ഒരു നോട്ട് മാത്രമാണ് അധികമായിട്ടുള്ളൂ. പേജ് നമ്പർ 3, ബോക്സ് നമ്പർ 38, അതിലെ 2 എന്താണെന്ന് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു വ്യത്യാസം മാത്രമാണ് 1 നിന്നുള്ളത്. ഒരു നോട്ട് അധികമായിട്ട് വന്നിട്ടുണ്ട്. അത് ചേർക്കേണ്ട സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായി. മേ കഴിഞ്ഞാണ് അത് ചേർക്കുക. മേ നോട്ട് ഹാവ് ഹാഡ് എ ഹെൽപ്പർ. ഹി മേ നോട്ട് ഹാവ് ഹാഡ് എ ഹെൽപ്പർ. അതാണ് 2. നോക്കാം നമുക്ക്. 1 ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. തീർച്ചയായിട്ടും ഇതുണ്ടാക്കുവാൻ ബോക്സിലുണ്ട് എല്ലാ കാര്യങ്ങളും. ഈ 5 പേജുകളിൽ കൂടി നമ്മൾക്ക് ആവശ്യമായ എല്ലാ ഘടനകളുമുണ്ട്.
ആ ഗണനകളുടെ 1 ഉണ്ടാക്കുവാൻ എളുപ്പമാണ്. അതിനു വേണ്ട കാര്യങ്ങൾ ആ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തെഴുതിയാൽ 1 ആയി ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. എന്നാൽ ഇവിടെ വീണ്ടും 2 ചോദിച്ചിരിക്കുന്നു. അത് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയാണ്. ഇവിടെ നോട്ടാണ് വേണ്ടത്. ഇതാ ഹി മേ നോട്ട് ഹാവ് ഹാഡ് എ ഹെൽപ്പർ 2 ആയി മാറി. ഇനി 3 വരുമ്പോൾ എന്ത് മാറ്റം വരും? ഇതെല്ലാം നമ്മൾ പഠിക്കും. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 2 വാചകങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ബോക്സ് ഉപയോഗിച്ച് 2 വാചകങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്ന് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് തൊട്ട് താഴെ. ഇനി നമ്മൾ ഇത് തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്, അതിനായിട്ടൊരു ജീവിത സാഹചര്യം എടുത്ത് കൊണ്ട് നമ്മൾക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ, ഹി മേ നോട്ട് ഹാവ് ഹാഡ് എ ഹെൽപ്പർ. ഇത് പറയേണ്ട ജീവിത സാഹചര്യം ഏതാണ്? എൻ്റെ വീടിൻ്റെ മുൻപിൽ ടൈൽസ് പാകിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണ് ഈ ടൈൽസ് ഇട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ടൈൽസിൻ്റെ ഇടയിലൂടെ പുല്ല് മുളച്ചു വരികയാണ്. കുറച്ച് മുളച്ച് വലുതാകുമ്പോൾ പുല്ല് പറിച്ചു കളയുകയാണ് ചെയ്യുക. അത് വലിയൊരു പണിയായി മാറി. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇതാണ്. ഈ ടൈൽസ് എല്ലാം മാറ്റിയിട്ട് ആദ്യം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുക, എന്നിട്ട് അതിൻ്റെ മുന്നിൽ ടൈൽസ് വീണ്ടും വിരിക്കുക. അപ്പോൾ ഈ പുല്ലുകൾക്ക് വളരുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനായിട്ട് ഒരു ഞായറാഴ്ച ഒരു ബംഗാളിയെ ചട്ടം കെട്ടി. ബംഗാളി കാലത്ത് 7 മണിക്ക് തന്നെ വീട്ടിൽ വന്നു. അന്ന് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിയുടെ കൂടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ബംഗാളി പറഞ്ഞു, ഒന്നും വേണ്ട, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം, നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും പണി തീർത്തിരിക്കും എന്ന് പറഞ്ഞു. ആ ബംഗാളിയെ വിശ്വസിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫംഗ്ഷന് പോയി. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാലത്ത് ബംഗാളി മാത്രമാണ് വന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചത് ബംഗാളിയോട് മാത്രമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫംഗ്ഷന് പോയി തിരിച്ചു വന്നപ്പോൾ, വൈകിട്ട് വന്നപ്പോൾ എല്ലാം മനോഹരമായി വൃത്തിയായി പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ ടൈൽസ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈഫ് ചോദിച്ചു, ഓ, ആ ബംഗാളി മിടുക്കനാണല്ലോ. കാരണം ഞങ്ങൾ ബംഗാളിയോട് മാത്രമാണ് സംസാരിച്ചത്, വന്നത് ബംഗാളി മാത്രമാണ്. അപ്പോൾ വൈഫ് വിചാരിച്ചു, ഇതെല്ലാം ചെയ്തത് ആ ബംഗാളിയാണ്. ഇത്ര സമയം കൊണ്ട് ഇത്ര ഏരിയ അദ്ദേഹം വിരിച്ച് കഴിഞ്ഞെങ്കിൽ, മനോഹരമായി വിരിച്ചു കഴിഞ്ഞെങ്കിൽ അത് അയാൾ ഒരു മിടുക്കനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്, തീർച്ചയായിട്ടും ഒരാൾ കൊണ്ട് അത്രയും പണി അത്രയും നേരം കൊണ്ട് തീർക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. അവനൊരു ഹെൽപ്പർ ഉണ്ടായി കാണും, ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ? ഹി ഹാസ് ഹാഡ് എ ഹെൽപ്പർ എന്ന് എനിക്ക് തീർത്തും പറയുവാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയുവാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞാൻ മേ ചേർത്തത്. പണി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഹാഡ് ചേർത്തു. വളരെ മനോഹരമായിട്ട് ടൈൽസ് ഇപ്പോൾ വീട്ടുമുറ്റത്ത് കിടക്കുന്നു, അതുകൊണ്ട് ഹാവ് ചേർത്തു. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഒരു സഹായി വേണമെന്നുള്ളത് കൊണ്ട് എ ഹെൽപ്പർ ചേർത്തു. അത് ഊഹിച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ മേയും ചേർത്തു. ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. അവനൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നിരിക്കാം. ഇതാണ് ഈ വാചകത്തിന്റെ അർത്ഥം. കുറച്ചു കഴിഞ്ഞപ്പോൾ കൂലി മേടിക്കുവാൻ ബംഗാളി വന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ താമസിക്കുന്ന ബംഗാളിയാണ്. വൈകിട്ട് 7:30 മണിയായപ്പോൾ വന്നു. അപ്പോൾ നമ്മൾ കൂലി കൊടുത്തു. അപ്പോൾ നിങ്ങളത് എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുകയാണ്. തന്നെയാണോ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, നോ, ഐ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. അദ്ദേഹത്തിന് സത്യം അറിയാം, അദ്ദേഹത്തിന് ഊഹിച്ച് പറയേണ്ട, അതുകൊണ്ട് മേ ഇല്ലാതെ പറഞ്ഞു. സ്ട്രക്ചർ നമ്പർ 23 പറഞ്ഞു, ഐ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. ഇനി നമ്മൾ രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് വരാം. ഹി മേ നോട്ട് ഹാവ് ഹാഡ് എ ഹെൽപ്പർ. ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതൊന്നുകൂടി നമ്മൾ കാണുകയാണ്. അതിനായി നമ്മൾ ഇതേ സാഹചര്യം തന്നെ എടുക്കാം. ഒരു ഞായറാഴ്ച ഞങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു. ബംഗാളി വരുന്നു. ബംഗാളിയോട് പറയുന്നു, ഇതാണ് നിനക്ക് ചെയ്യുവാനുള്ള പണി. ഈ ടൈൽസ് എല്ലാം മാറ്റുക ആദ്യം, എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുക, വീണ്ടും ഈ ടൈൽസ് പാകുക. ഇതാണ് നിന്റെ ഡ്യൂട്ടി. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇന്ന് തന്നെ പണി തീർത്തിരിക്കണം. ഇന്ന് തന്നെ പണി
തീർക്കുവാൻ സാധിച്ചാൽ മാത്രം ആ പണി തുടങ്ങുക എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് കൂടെ വേറെ ആൾക്കാരുണ്ടോ, സഹായികൾ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അത് വിശ്വസിച്ച് ഞങ്ങൾ ഫംഗ്ഷന് പോകുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നത് വൈകിയാണ്, 7:30-ക്കാണ്. 7:30-ക്ക് വന്നപ്പോൾ ബംഗാളി അവിടെയില്ല. 7:30-ക്ക് വന്ന് നോക്കുമ്പോൾ പണി തീർന്നിട്ടില്ല. ഒരു പകുതിയോളം പണിയാണ് കഴിഞ്ഞിട്ടുള്ളൂ, പണി തീർന്നിട്ടില്ല. അപ്പോൾ വൈഫ് ചോദിച്ചു, അയ്യോ പണി തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഹി മെ നോട്ട് ഹാവ് ഹാഡ് എ ഹെൽപ്പർ. അവന് ഒരു സഹായി ഉണ്ടായിരുന്നിരിക്കില്ല, ഉണ്ടായി കാണില്ല. അതുകൊണ്ടായിരിക്കും. കിട്ടുമോ എന്ന് നോക്കാമെന്നാണ് പറഞ്ഞത്, കിട്ടിക്കാണില്ല. ഹി മെ നോട്ട് ഹാവ് ഹാഡ് എ ഹെൽപ്പർ. കുറച്ചു കഴിഞ്ഞപ്പോൾ ബംഗാളി വന്നു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ പണി തീർക്കാമെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് തീർക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഐ ഹാവിൻറ്റ് ഹാഡ് എ ഹെൽപ്പർ. ഐ ഹാവ് നോട്ട് ഹാഡ് എ ഹെൽപ്പർ. എനിക്കൊരു ഹെൽപ്പർ ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ 2 വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചത് 43 ഘടനയിലെ ഒരു ഘടന മാത്രമാണ്, 29 മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഘടനകളും ഇതേ രീതിയിൽ, ആ ഘടനകളിൽ വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഈ രീതിയിൽ പഠിക്കും. നിങ്ങൾ യഥാർത്ഥ ക്ലാസ്സുകളിൽ ചേർന്ന് കഴിയുമ്പോൾ വളരെ സ്ലോവായിട്ട് പതിയായിരിക്കും നമ്മൾ പഠിക്കുക. എല്ലാ സംശയങ്ങളും തീർത്തായിരിക്കും നമ്മൾ പോകുക. ഇപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള വാചകം എഴുതി. 3/38-1 അതിൽ നോട്ട് ചേർത്തുകൊണ്ട് 3/38-2 ആക്കി മാറ്റി. ഇനി എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇത് നിങ്ങളുടെ ശീലമായോ, അതോ ഇപ്പോഴും അറിവായി തന്നെയാണോ അവശേഷിക്കുന്നത്? ജീവിത സാഹചര്യങ്ങളിലൂടെ പഠിച്ചതുകൊണ്ട് വളരെ ശക്തിയുള്ള പഠനമായി മാറിയെങ്കിലും ശീലമായോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശീലമായിട്ടുണ്ടാകില്ല, അറിവായി തന്നെ അവശേഷിക്കുകയായിരിക്കും. ശീലമാക്കണമെങ്കിൽ ഒരു കുറച്ചുകൂടി വാചകങ്ങൾ നമ്മൾ എഴുതുവാനുണ്ട്, മലയാളമില്ലാതെ എഴുതേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് ശീലമായി മാറുകയുള്ളൂ. അതുകൊണ്ട് ഇനി അതിനെങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും 3-ാമത്തെ പേജ് നമ്പർ 3-ൽ 38 ബോക്സ് നമ്പർ കണ്ടുപിടിച്ചു. അവിടെ ചെന്ന് 1 എഴുതുവാനുള്ള എല്ലാം അതിലുണ്ടായതുകൊണ്ട് നമ്മൾ എഴുതി. നോട്ട് ചേർത്തുകൊണ്ട് അതിനെ 2-ആക്കി. ഇനിയും വാചകങ്ങൾ എഴുതുവാൻ ആ പേജ് നമ്മളെ സഹായിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ശീലമാകും? 1-2 വാചകങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചുകൊണ്ട് എഴുതിയാൽ ശീലമാകുന്നില്ല. പേജാണെങ്കിൽ നമ്മൾക്ക് തരുന്നത് ഒരു വാചകം മാത്രമാണ്, അതുകൊണ്ട് ശീലമാകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിനാണ് അടുത്ത സ്റ്റഡി മെറ്റീരിയൽ. ആ സ്റ്റഡി മെറ്റീരിയലിൻ്റെ പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സെന്റൻസ് കൺസ്ട്രക്ഷൻ ടേബിൾ. സെന്റൻസ് കൺസ്ട്രക്ഷൻ ടേബിളാണ് നിങ്ങൾ കാണുന്നത്. ഈ ടേബിൾ ഏതിൻ്റെയാണ്? സ്ട്രക്ചർ നമ്പർ 29-ൻ്റെ ടേബിളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ട്രക്ചർ നമ്പർ 29. ലേസർ പോയിന്റ് നോക്കുക. സ്ട്രക്ചർ നമ്പർ 29-ൻ്റെ പേജാണ്. സ്ട്രക്ചർ നമ്പർ 29 വരുമ്പോൾ അത് മേ ഹാവ് ഹാഡ് ആണ്. മേ ഹാവ് ഹാഡിൽ നിങ്ങൾക്ക് എഴുതി പഠിക്കുവാനുള്ള, മലയാളമില്ലാതെ എഴുതി പഠിക്കുവാനുള്ള ഒരു ബുക്കാണിത്. ശീലമാക്കണമെങ്കിൽ മലയാളം പാടില്ല. ഇപ്പോൾ 3 സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. 1-5 പേജുകൾ. ആ പേജുകളിലെ ബോക്സിൽ കിടന്നുറങ്ങുന്ന വാചകങ്ങളുള്ള അടുത്തൊരു ബുക്ക്. ഈ ബുക്ക് നിങ്ങൾക്ക് വാചകങ്ങൾ എഴുതുവാനുള്ള ബുക്കാണ്, സ്വന്തം എഴുതുവാനുള്ള ബുക്ക്, ശീലമാക്കുവാനുള്ള ബുക്കാണിത്. ഇപ്പോൾ പഠിച്ച കാര്യത്തെ ശീലമാക്കുവാൻ ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് സെക്ഷൻ നമ്പർ 29-ൻ്റെ പേജാണ്. ആ പേജ് 29 ആയതുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്നത് മേ ഹാവ് ഹാഡ് ആണ്. നോക്കുക, മേ ഹാവ് ഹാഡ്. 2-ാമത്തെ കോളത്തിൽ ഈ ഒരു പേജിൽ 10 വാചകങ്ങൾ എഴുതുവാൻ നമ്മൾക്ക് സാധിക്കും, മലയാളമില്ലാതെ എഴുതുവാൻ സാധിക്കും. ഇനി എന്തിനാണ് നിങ്ങൾക്ക് മലയാളം? അപ്പോൾ ഇവിടെ നമ്മൾ 10 മേ ഹാവ് ഹാഡ് വെച്ച് ഇവിടെ വാചകങ്ങൾ എഴുതാൻ പോകുന്നു. 2-ാമത്തെ കോളമാണ് അതിനായി നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 1-ാമത്തെ കോളത്തിൽ ആർക്കുണ്ടായിരുന്നിരിക്കാം, ആർക്കുണ്ടായി കാണാം എന്ന് പറയുവാനുള്ള കോളമാണ് 1-ാമത്തെ കോളം. 3-ാമത്തെ കോളം എന്തുണ്ടായിരുന്നിരിക്കാം, ആരുണ്ടായിരുന്നിരിക്കാം എന്ന് പറയുന്നതാണ് 3-ാമത്തെ കോളം. 4-ാമത്തെ കോളം അത് എവിടെയാണ് ഉണ്ടായിരുന്നിരിക്കാം, എവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയണമെന്നൊന്നുമില്ല. തുടക്കത്തിൽ അതൊന്നും പറയണ്ട, അതൊക്കെ അഡ്വാൻസ്ഡ് ആണ്, അതൊക്കെ പിന്നീട് നോക്കാം. എവിടെയാണ് ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയുന്നതാണ് 4-ാമത്തെ കോളം. എപ്പോഴാണ് പറയുന്നതാണ് 5-ാമത്തെ കോളം. ആദ്യം നമ്മൾ പഠിക്കുന്നത് 3 കോളം പൂരിപ്പിക്കുകയാണ്. അത് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാലാണ് 4ഉം 5ലേക്ക് പോകുക. എവിടെയാണ്, എപ്പോഴാണെന്നൊക്കെ കൂടെ ചേർക്കുക. ഈ ബുക്കിലെ ഈ പേജ് മേ ഹാവ് ഹാഡിന് മാത്രമുള്ളത് കൊണ്ട് 2-ാമത്തെ
കോളം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയഭാഗമാണ്. അതുകൊണ്ട് തന്നെ 10 വാചകങ്ങളിലും മധ്യഭാഗത്ത് മേ ഹാവ് ഹാഡാണ്. നിങ്ങൾ ഈ 10 മേ ഹാവ് ഹാഡ് എഴുതി കഴിഞ്ഞാൽ, മലയാളമില്ലാതെ എഴുതി കഴിഞ്ഞാൽ, നിങ്ങൾക്കിനി എങ്ങനെ ഇത് മറക്കാനാകും, നിങ്ങൾക്കിത് എങ്ങനെ സംസാരിക്കാതിരിക്കാനാകും എന്ന് ചിന്തിക്കുക. ഇതാ മേ ഹാവ് ഹാഡ്. നമ്മൾക്ക് പഠിക്കുവാനുള്ളത് വെറും 43 ഘടനകളാണ്. ആ 43 ഘടനകൾ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ എങ്ങനെയാകും എന്നുള്ളത് ചിന്തിക്കുക. മേ ഹാവ് ഹാഡ് ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടായി കാണാം എന്നുള്ള കാര്യം നമ്മൾ 10 വാചകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി 6 കാണുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പേരുകൾ, വീട്ടിലുള്ള മൈ ഫാദർ, മൈ ബ്രദർ, മൈ ഫാദർ, മൈ മദർ, മൈ ബ്രദർ, മൈ സിസ്റ്റർ, മൈ ഫ്രണ്ട്, ഹി, ഷീ, ഐ, യു, ദേ, വി, ഐ, ഞാൻ, ദേ, അവർ, വി, ഞങ്ങൾ, ഹി, അവൻ, ഷീ, അവൾ എന്നുള്ള വാക്കുകൾ എഴുതിയാൽ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഭാഗം കംപ്ലീറ്റായി. ഇതാ ഇപ്പോൾ ഞാൻ 3 വാചകങ്ങൾക്കുള്ള ആൾക്കാരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടായിരുന്നിരിക്കാം എന്ന് സൂചിപ്പിക്കുന്ന മേ ഹാവ് ഹാഡും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളം വളരെ എളുപ്പമാണ്. ആർക്കുണ്ടായിരുന്നിരിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് 1 നമ്മൾ ഇപ്പോൾ 3 വാചകങ്ങൾക്കുള്ള സബ്ജക്റ്റ് വെച്ചത്. രാജു, ഷീ, മേരി. ഇനി നമ്മൾക്ക് വേണ്ടത് 3ാമത്തെ കോളമാണ്. എന്തുണ്ടായിരുന്നിരിക്കാം, ആരുണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ചിക്കൻ ബോക്സ്. എന്തുണ്ടായിരുന്നിരിക്കാം, ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നിരിക്കാം. ആരുണ്ടായിരുന്നിരിക്കാം, എ ഹെൽപ്പർ, ഒരു സഹായി ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്ത് ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയേണ്ട ഒരു ജീവിത സാഹചര്യം വന്നാൽ അവിടെ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ വാക്കുണ്ടാകും, ഇല്ലേ? ഇപ്പോൾ ചിലപ്പോൾ കിട്ടില്ലെങ്കിലും, എന്തൊക്കെ വാക്കുകൾ ആഡ് ചെയ്യാമെന്നുള്ളത് കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ പറയേണ്ടി വന്നാൽ, ഉണ്ടായിരുന്നിരിക്കാമെന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ, മേ ഹാവ് ഹാഡ് എന്ന് പറയുന്ന ഘടന ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ ആർക്കാണെന്നും എന്താണെന്നും അല്ലെങ്കിൽ ആരുണ്ടായിരുന്നിരിക്കാമെന്ന് പറയണമെന്നുള്ളത് നിങ്ങൾക്ക് ആ മനസ്സിൽ കടന്നു വരും. സാഹചര്യം നിങ്ങൾക്ക് തന്നിരിക്കുമെന്നുള്ള ഉറപ്പാണ്. എന്നാലും ഇവിടെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ 10 വാചകങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ 3ാമത്തെ കോളത്തിൽ എന്തുണ്ടായിരുന്നിരിക്കാമെന്ന് പറയണമെങ്കിൽ കിട്ടിയില്ലെങ്കിൽ, എഴുതുവാൻ കിട്ടിയില്ലെങ്കിൽ, ആ പേജിന്റെ ബാക്കിൽ ആ ബുക്കിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. എന്തുണ്ടായിരുന്നിരിക്കാം, ആരുണ്ടായിരുന്നിരിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇപ്പോൾ കാണുന്ന പേജ് നിങ്ങളെ സഹായിക്കുന്നു. ഈ പേജിൽ ഏതെങ്കിലും എടുത്തിട്ട് ഈ പേജിലെ 3ാമത്തെ കോളത്തിൽ വെച്ചു കഴിഞ്ഞാൽ വാചകം പൂർണ്ണമാകുന്നു. 3ാമത്തെ കോളത്തിൽ വെക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പേജിലൂടെ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വെക്കുവാൻ സാധിക്കും നോക്കുക. അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നു. തിങ്സ്, സാധനങ്ങൾ വേണമെങ്കിൽ വയ്ക്കാം. അതിന് കുറച്ച് കാര്യങ്ങൾ ഉദാഹരണങ്ങളായി കൊടുത്തിരിക്കുന്നു. നമ്മുടെ അനുഭവങ്ങൾ വയ്ക്കാം, എക്സ്പീരിയൻസസ് വയ്ക്കാം, അത് വേണമെങ്കിൽ വയ്ക്കാം. ഇവന്റ്സ്, ഫങ്ഷൻസ് വയ്ക്കാം, നമ്മുടെ അവസ്ഥകൾ വയ്ക്കാം. 5ാമതായി ആൾക്കാർ വയ്ക്കാം. ഏത് വേണമെങ്കിൽ വയ്ക്കാം. ഹി മൈറ്റ് ഹാവ് ഹാഡ് എ കാർ. അവനൊരു കാർ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് അവൻ നേരത്തെ എത്തിയത്. അവൻ 10,000 രൂപ എന്നോട് കടം ചോദിച്ചു. അപ്പൊ മറ്റേ ആള് പറയാണ്, കേട്ട ആള് പറയാണ്, ഹി മൈറ്റ് ഹാവ് ഹാഡ് എ സാലറി കട്ട്. കണ്ടോ, എത്ര രസകരമായി പഠിച്ചു. അവൻ വൈകിയാണ് എത്തിയത്. ഇവന്റ്സിലേക്ക് വരുമ്പോൾ ഹി മൈറ്റ് ഹാവ് ഹാഡ് എ മീറ്റിംഗ്. അങ്ങനെ എത്ര രസകരമായിട്ട് പുതിയ പുതിയ വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന പേജാണ് ഈ ബുക്കിൽ തന്നെയുള്ളത്. ഇത് നിങ്ങളെ സഹായിക്കും. അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു എക്സ്പെർട്ടായി മാറുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. മലയാളമില്ലാതെ ഇത് ശീലമാക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഈ ബുക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തുള്ളിച്ചാടും. കോളങ്ങൾ നോക്കുക. ആ കോളങ്ങളിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അത് ചിന്തിച്ച് അതിന്റെ താഴെ എഴുതി വെച്ചാൽ വാചകം പൂർണ്ണമാകുന്ന രസകരമായ ഒരു ബുക്കാണ് ഇത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് തന്നെ ഇനി പൂരിപ്പിക്കാം. ഈ ബാക്കിയുള്ള 7 വാചകങ്ങൾ പൂരിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മേ ഹാവ് ഹാഡ് 10 സെന്റൻസിനുമായിട്ട് അവിടെ അണിനിരന്നിട്ടുണ്ട്. ഇനി 3ാമത്തെ ഭാഗത്ത് വെക്കുവാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും 7 എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് 3ാമത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. അതാണ് ഈ പേജ് കൊണ്ടുള്ള പ്രയോജനം. ഈ പേജ് ഉപയോഗിച്ചൊരു വാചകം ഉണ്ടാക്കി കാണുകയാണ്. നോക്കുക ഏതാണ് എടുക്കുവാൻ പോകുന്നത്. എ ബാഡ് എക്സ്പീരിയൻസ് ആണ്. എ ബാഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ഒരു കൈപ്പേറിയ അനുഭവം എന്ന വാക്കാണ് എടുക്കുന്നത്. അത് നമ്മൾ കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ കൊടുക്കുന്നു, രാജു മേ ഹാവ് ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്. അവനൊരു കൈപ്പേറിയ അനുഭവം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു. അടുത്ത വാചകം ഹി മേ ഹാവ് ഹാഡ് എ ഹെൽപ്പർ. അത് നമ്മളിപ്പോൾ തൊട്ടു മുൻപ് കണ്ടതാണ്. ഇതാ എ മീറ്റിംഗ്. നോക്കുക, പുതിയൊരു വാക്ക് ഇവന്റ്സിൽ നിന്നാണ് എടുത്തിരിക്കുക. എ മീറ്റിംഗ്.
മേരി മേ ഹാവ് ഹാഡ് എ മീറ്റിംഗ്. മേരിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടായി കാണാം. അതിൻ്റെ കൂടെ നമ്മൾ എവിടെയാണെന്ന് കൂടി കൊടുത്തിരിക്കുന്നു, എപ്പോഴാണെന്ന് കൂടി കൊടുത്തിരിക്കുന്നു. എവിടെയാണെന്ന് നമ്മൾക്ക് എളുപ്പമായിട്ട് കൊടുക്കുവാൻ സാധിക്കും, എപ്പോഴാണെന്നും നമ്മൾക്ക് കൊടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഈ വാചകം വലിയൊരു വാചകമായി മാറിയിരിക്കുന്നു, രസകരമായ പവർഫുൾ ആയിട്ടുള്ള ഒരു വാചകമായി മാറിയിരിക്കുന്നു. മേരി മേ ഹാവ് ഹാഡ് എ മീറ്റിംഗ് ഇൻ ദ ഓഫീസ് യെസ്റ്റർഡേ. ഇന്നലെ ഓഫീസിൽ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടായി കാണാം എന്നുള്ളതാണ് ഈ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടും ഒന്നും തീർന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുതിയ ഒരു ബുക്കിലെ പേജാണ്. തൊട്ടു മുൻപ് കണ്ടത് സെന്റൻസ് മേക്കിംഗ് ബുക്കിലെ പേജാണെങ്കിൽ ഇത് സ്ട്രക്ചർ ബുക്കിലെ പേജാണ്. സ്ട്രക്ചർ നമ്പർ 29 ആ സ്ട്രക്ചർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഈ ബുക്കിൽ വന്നാൽ മതി. അതിൻ്റെ ഉപയോഗങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാകും. ഉദാഹരണങ്ങളും ഈ ബുക്കിലും ഉണ്ടാകും. ഈ ബുക്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാചകങ്ങൾ എഴുതുവാൻ പറ്റും. ഇപ്പോൾ ഈ പേജ് വ്യക്തമല്ല, ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിക്കുകയാണ്. സ്ട്രക്ചർ നമ്പർ 29 മേ ഹാവ് ഹാഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് മേ ഹാവ് ഹാഡ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനാണ്. ഇത് മനസ്സിലാക്കിയാൽ അതേ അർത്ഥത്തിൽ നിങ്ങൾക്ക് താഴെ സ്വന്തം മനസ്സിൽ നിന്നെടുത്ത് എഴുതാം. അതിന് സഹായിക്കുന്ന ഒരു ബുക്കാണ്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞു എന്നല്ല, അടുത്ത വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്, അടുത്ത 2 വീഡിയോകളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇതെങ്ങനെ സംഭാഷണമാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭാഷണമാക്കി മാറ്റാം. എല്ലാവരും ആശിക്കുന്നത് അതിനു വേണ്ടിയാണ്. വെറുതെ വാചകങ്ങൾ ഉണ്ടാക്കി ശീലമാക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ആ ശീലമായവയെ സംഭാഷണമാക്കി മാറ്റുവാനുള്ള കഴിവ് നേടണമെങ്കിൽ ഈ വീഡിയോ അതിന് സഹായിക്കില്ല, ഈ ബുക്കുകൾ ഒന്നും അതിന് സഹായിക്കില്ല. അതിന് സഹായിക്കുന്നത് അടുത്ത വീഡിയോ ആണ്. ആ വീഡിയോ ആണ് അത് കഴിഞ്ഞ് വരുന്ന വീഡിയോ കൂടിയാണ്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിച്ച ശീലമായ വാചകങ്ങൾ എങ്ങനെ സംഭാഷണമാക്കി മാറ്റാം, ചോദ്യമാക്കി മാറ്റാം, ഉത്തരമാക്കി മാറ്റാം എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത രീതിയിൽ, ഇന്ന് വരെ അനുഭവിക്കാത്ത രീതിയിൽ ഈ ലോകത്തെ വെല്ലുവിളിക്കുന്ന മറ്റുള്ള എല്ലാ ഇംഗ്ലീഷ് ടീച്ചിങ് മെത്തഡോളജികളെ വെല്ലുവിളിക്കുക ശക്തിയുള്ള ആ പറയുന്ന സംഭാഷണമാക്കുന്ന രീതിയെ നിങ്ങൾക്ക് അറിയണ്ടേ. അതിനായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അടുത്ത വീഡിയോയും അത് കഴിഞ്ഞ വീഡിയോയും കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഈ പഠിച്ചതെല്ലാം സംഭാഷണമാക്കി മാറ്റും. മലയാളമില്ലാതെ തർജ്ജമയില്ലാതെ സുന്ദരമായി സംസാരിക്കുന്ന രീതിയിലേക്ക് ആയി മാറും. അതിനായിട്ട് കാത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വിട പറയുന്നു. താങ്ക് യു വെരി മച്ച്.